ദുരന്തമുഖത്ത് അപകടം പറ്റിയവരെ കണ്ടെത്താനുള്ള അവസാന ശ്രമമാണ് ജനകീയ തെരച്ചിലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24 പറഞ്ഞു. തെരച്ചിൽ ഉടൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് ജനകീയ തെരച്ചിലിൻ്റെ ദിനമാണ്. ഒരുപക്ഷെ ഒരു ദുരന്തമുഖത്തും ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ദുരന്തത്തിൻ്റെ ഇരകൾ അതിജീവിച്ചവർ അവർ കൂടി പങ്കെടുക്കുന്ന കേരള പോലീസിൻ്റെ SOG, അതുപോലെ തന്നെ പോലീസ്, NDRF, മറ്റ് സേനാ വിഭാഗങ്ങളെല്ലാം പങ്കെടുക്കുന്ന ജനകീയ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ വേളയിലാണ് ജനകീയ തെരച്ചിലിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന മന്ത്രി എ.കെ. ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നത്. പ്രത്യേകിച്ചും വനമേഖലയിലാണ് ഈ ദുരന്തം നടന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വനമന്ത്രിക്ക് ഈ ജനകീയ തെരച്ചിലിനെ കുറിച്ച് ആദ്യം നമുക്ക് ചോദിക്കാം വനമന്ത്രിയോട്. മിനിസ്റ്റർ, ഈ ജനകീയ തെരച്ചിൽ രണ്ടാമത്തെ ദിവസമാണ്. അതായത് ആദ്യത്തെ ദിവസം 11 മണിക്ക് നിർത്തേണ്ടി വന്നു. ഇന്നത്തെ ജനകീയ തെരച്ചിലിൻ്റെ ലക്ഷ്യം ശരിക്കും എന്താണ്? പ്രാദേശിക തലത്തിലുള്ള ജനപ്രതിനിധികളെയും ദുരന്തമേഖലയിൽ താമസിച്ചവരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലെന്നാണ്. കാരണം അവർക്ക് കുറേ കൂടി അനുഭവ സമ്പത്തുള്ളവരാണ്. ഒരു ഇഞ്ച് പോലും വിട്ടുപോകാതെയുള്ള വളരെ ശാസ്ത്രീയമായ തെരച്ചിലിലൂടെ ദുരന്തമുഖത്ത് അപകടം പറ്റിയവരുണ്ടെങ്കിൽ, ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള അവസാന ശ്രമം എന്നാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. പരിശോധനയുടെ എല്ലാ മേഖലയിലും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടുള്ള അന്വേഷണം എന്ന ഏറ്റവും ഇതേവരെ നാളിതുവരെയായി ഒരു ദുരന്തമുഖത്തും ഒരു രാജ്യവും ഒരു പ്രദേശവും പരീക്ഷിക്കാത്ത ഒരു തെരച്ചിൽ യജ്ഞത്തിൻ്റെ ഭാഗമായാണ് ഈ ജനകീയ പരിശോധന എന്ന ഒരു കൺസെപ്റ്റ് ഉയർന്നു വന്നത്. ഈ ജനകീയ തെരച്ചിലോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കാനാണോ സർക്കാർ ലക്ഷ്യമിടുന്നത്? ഇല്ല, സാധാരണഗതിയിലുള്ള തെരച്ചിലുകൾ പെട്ടെന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ വിന്യസിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ. അപ്പോൾ അവരിപ്പം നാളെ നിർദ്ദേശിക്കുകയാണ് ചാലിയാർ വരെ ഒന്ന് ഒരു പരിശോധന കൂടി നടത്തണം എന്ന് അവരൊരു നിർദ്ദേശം വെക്കുകയാണെങ്കിൽ ആ നിർദ്ദേശത്തെ നമ്മൾ തള്ളിക്കളയില്ല.